ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൽ 2 ടേമുകളാണ് ഞാൻ പറഞ്ഞത്. ആ ടേമുകൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ബാക്കി ടേംസ് നോക്കുക. നമുക്ക് 7 ടേമുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അടുത്ത ടേം പാർട്സ് പെർ മില്യൺ എന്നാണ്. എന്താണ് അതിന് പറയുന്ന പേര്? പാർട്സ് പെർ മില്യൺ. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെൻട്രേഷൻ ടേമാണ്. എക്സാമിന് മിക്കവാറും ചോദിക്കുന്നതാണ്. അതിനെ PPM എന്നാണ് പറയുന്നത്. എന്താ പറയുന്ന പേര്? PPM, പാർട്സ് പെർ മില്യൺ. ഓക്കെ, എന്താണ് പാർട്സ് പെർ മില്യൺ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് number of parts of one component. It is the ratio of number of parts of one component to total number of parts of all the component into 10 raised to 6. ഈ 10 raised to 6-നെയാണ് നമ്മൾ മില്യൺ എന്ന് പറയുന്നത്. 10 raised to 6-നെ നമ്മൾ എന്താണ് പറയുന്ന പേര്? മില്യൺ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് PPM എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് കമ്പോണന്റിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് കമ്പോണന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഇൻറ്റു 10 raised to 6. 10 raised to 6 എന്ന് പറയുന്നതാണെന്ന് പറയുന്നത് മില്യൺ. അപ്പൊ ചോദിക്കും എന്താണ് പാർട്സ് പെർ മില്യൺ? അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താ? PPM. അപ്പൊ എന്താണ് PPM എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കമ്പോണന്റ് ഇൻറ്റു 10 raised to 6. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നാലാമത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് +1. മൊളാരിറ്റി. എന്താണ് മൊളാരിറ്റി എന്ന് ചോദിച്ചാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ M ആണ്. മൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ, ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ എന്തിലാണ് ഡിസോൾവ് ചെയ്യേണ്ടത്? 1 liter സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് മൊളാരിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ M. ക്യാപിറ്റൽ ലെറ്റർ M കൊണ്ടാണ് മൊളാരിറ്റിയെ സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ നമുക്ക് കൃത്യമായി പഠിച്ചു വെക്കണം. അങ്ങോട്ട് പോകുമ്പോൾ ആവശ്യമാണ്. M equal to WB. What is WB? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്താ? മാസ് ഓഫ് സൊല്യൂട്ട് into 1000 divided by MB into V. What is MB? MB means molecular mass of solutes into V. V means volume. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക. മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോട്ട് ചെയ്യുക. എന്താ? WB into 1000 divided by MB into V. WB means എന്താ? മാസ് ഓഫ് സൊല്യൂട്ട്സ്. MB means molecular mass of solute. അപ്പം 2 ടേംസ് പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PPM. വാട്ട് ഈസ് PPM? പാർട്സ് പെർ മില്യൺ. മില്യൺ ആണ് ഇൻറ്റു 10 raised to 6. ഓക്കെ, അടുത്ത മൊളാരിറ്റി. മൊളാരിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? M. എന്താ മൊളാരിറ്റി? പരീക്ഷ ചിലപ്പോൾ ചോദിക്കാം വാട്ട് ഈസ് മൊളാരിറ്റി. ഇത് എവിടെ പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മൊളാരിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ പറയാം. എന്താണ് മൊളാരിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കേണ്ടത് 1 liter സൊല്യൂഷനിലാണ് ഡിസോൾവ് ചെയ്യിപ്പിക്കേണ്ടത്. അതിന് പറയുന്ന പേരാണ് മൊളാരിറ്റി. 1 liter സൊല്യൂഷനിൽ അത് കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് WB into 1000 divided by MB into V. ഞാൻ വീണ്ടും പറയുന്നത്, ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യമുള്ളതാണ്. WB-യുടെ പേര് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. മാസ് ഓഫ് സൊല്യൂട്ട് എന്നാണ് പറയുന്നത്. MB-യുടെ പേരെന്താ? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇനി മൊളാലിറ്റി, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊളാലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന സ്മാൾ ലെറ്റർ M ആണ്. മൊളാലിറ്റി ഏത് ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? സ്മാൾ ലെറ്റർ M. എന്താണ് മൊളാലിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ, അവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എടുത്തിട്ട് ഡിസോൾവ് ചെയ്യിപ്പിക്കേണ്ടത് 1 kilogram ഓഫ് സോൾവെന്റിലാണ്. എന്തിനാണ് ഡിസോൾവ് ചെയ്യിപ്പിക്കേണ്ടത്? 1 kilogram ഓഫ് സോൾവെന്റിലാണ് ഡിസോൾവ് ചെയ്യിപ്പിക്കേണ്ടത്. ഇക്വേഷൻ എന്താണ് വരുന്നത്? WB into
1000 ഡിവൈഡഡ് ബൈ MB. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, മൊളാലിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇല്ല, നമുക്ക് മൊളാലിറ്റിയുടെ ഇക്വേഷൻ മാത്രം മതി. മൊളാലിറ്റിയുടെ ഇക്വേഷൻ പഠിക്കുക. മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്താ, M equal to WB into 1000 divided by MB into V. മൊളാലിറ്റി എന്താണെന്ന് പഠിക്കുക. എന്താ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 kilogram ഓഫ് സോൾവൻസ്. ഇവിടെ ലിറ്ററിന് പകരം എന്ത് കൊടുത്താൽ മതി, കിലോഗ്രാം കൊടുത്താൽ മതി. അപ്പൊ 3 ടേംസുകൾ നമ്മൾ പറഞ്ഞു, പാർട്സ് പെർ മില്യൺ, മൊളാലിറ്റി, മൊളാലിറ്റി. അടുത്ത ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മോൾ ഫ്രാക്ഷൻ എന്നാണ് ആ ടേമിന് പറയുന്ന പേര്. എന്താണ് പറയുന്ന പേര്, മോൾ ഫ്രാക്ഷൻ. എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് ചോദിക്കുന്നതിന് മുമ്പ്, മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് കൈ. ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്, ഇങ്ങനെ എക്സ് പോലെ ഇരിക്കും, പക്ഷെ എക്സ് അല്ല, ദാറ്റ് ഈസ് കൈ. അപ്പൊ മോൾ ഫ്രാക്ഷന് 2 കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഞാൻ ഒരു കമ്പോണന്റ് എടുത്തു. അപ്പോൾ ഇതിന്റെ പേരെന്താ, കൈ എ സമം NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഓർത്ത് വെക്കണം. നെക്സ്റ്റ് അടുത്ത കമ്പോണന്റ് ബി, ദാറ്റ് ഈസ് കൈ ബി ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. അപ്പൊ മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്ത ലെറ്റർ ഏതാ, കൈ. 2 കമ്പോണന്റ്സ് ഏതൊക്കെയാണ്, എ ആൻഡ് ബി. അപ്പൊ കൈ എ സമം NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB, കൈ ബി സമം NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഇതിൽ നമ്മൾ അറിയേണ്ടത് NA എന്താണ്, NB. NA മീൻസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻസ്. NA എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ്. NA പ്ലസ് NBക്ക് പറയുന്ന പേര് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ്. NAയുടെ പേര് നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ്, NA പ്ലസ് NBയുടെ പേര് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ്. അപ്പൊ എങ്ങനെ മോൾ ഫ്രാക്ഷനെ ഡിഫൈൻ ചെയ്യാം, എന്താണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പറയാം. മോൾ ഫ്രാക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ്. NA അല്ലേ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ്, അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്ന, മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, NA plus NB that is approximately equal to 1. NA plus NB approximately equal to 1. അപ്പൊ എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ, ഈ 2 ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചോളണം, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമാണ്. എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, മോൾ ഫ്രാക്ഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണന്റ് പ്രസന്റ് ഇൻ എ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴാണ് ക്ലിയർ ആവുന്നത്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാം. NA മീൻസ് നമ്പർ ഓഫ് മോൾസ്, NA പ്ലസ് NB മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. എന്താ മോൾ ഫ്രാക്ഷൻ, നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, മോൾ ഫ്രാക്ഷൻ. 2 കമ്പോണന്റ്സ് ഉണ്ട്, ഏതാ, കൈ എ ആൻഡ് കൈ ബി. കൈ എ ആണെങ്കിൽ എന്താ ഇക്വേഷൻ വരുന്നത്, NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. കൈ ബി ആണെങ്കിലോ NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഓക്കെ, സംശയമില്ലല്ലോ. 6ാമത്തെ ടേം. ഇനി 7ാമത്തെ ടേം അത്ര പ്രധാനപ്പെട്ടതല്ല, ദാറ്റ് ഈസ് നോർമാലിറ്റി. എന്താണ് നോർമാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് gram of equivalent solution divided by volume of solution liter. Number of grams of equivalent solution ne ഏതോ ഡിവൈഡ് ചെയ്യാം, വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്ന നോർമാലിറ്റി എന്ന് പറയുന്നത്. ഇത് നമുക്ക് അത്ര ആവശ്യമുള്ളതല്ല, പക്ഷെ 6 ടേമുകളും നമ്മൾ നോക്കുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 7ാമത്തെ ടേമാണ് നോർമാലിറ്റി. നോർമാലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് N അല്ലെ. അപ്പൊ N മീൻസ് എന്താ, നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് ഇക്വലന്റ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. നമുക്ക് ചോദിക്കുന്നത് പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി. ഇത് 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായി നിങ്ങൾ നോക്കുക. അപ്പം 7 ടേമുകൾ ഏതൊക്കെയാണ്, 7 ടേം? ഫസ്റ്റ് ടേം മാസ് പെർസെന്റേജ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. മാസ് പെർസെന്റേജ് പറഞ്ഞപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് പറഞ്ഞു, മാസ് ഓഫ് സോൾവെന്റ് കഴിഞ്ഞ ക്ലാസ്സിലാണ്. വോളിയം പെർസെന്റേജ്, വോളിയം ഓഫ് സൊല്യൂട്ട് പറയാം, വോളിയം ഓഫ് സോൾവെന്റ് പറയാം. ആദ്യത്തെ പഠിച്ചെങ്കിൽ 2ാമത്തെ പഠിക്കാൻ വളരെ ഈസിയാണ്. അടുത്ത ടേമാണ് പാർട്സ് പെർ മില്യൺ ഡിനോട്ടഡ് ബൈ PPM. പരീക്ഷയ്ക്ക് PPM എന്ന് മാത്രമേ ചോദിക്കൂ. അതാണ്
പാർട്സ് പെർ മില്യൺ, മില്യൺ ആണ് ഇൻറ്റു 10�6 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത്. ഇത് ഓർക്കുക, ഇത് പോയാൽ മാർക്കില്ല. അടുത്തതാണ് മൊളാലിറ്റി. അതിന്റെ ഇക്വേഷൻ പഠിക്കുക. മൊളാലിറ്റിയുടെ ഡെഫിനിഷൻ നോക്കുക. നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻ, അതിന്റെ രണ്ട് ഇക്വേഷൻസും നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും ടേമാണ്. ഇനി രണ്ട് അഡീഷണൽ ടേം ഉണ്ട്. മാസ് ബൈ വോളിയം പെർസെന്റേജും. ആ മാസ് ബൈ വോളിയം പെർസെന്റേജ് നമുക്ക് അടുത്ത, ഇത്രയും ടേംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാസ് ബൈ വോളിയം പെർസെന്റേജിനെ കുറിച്ച് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷന്റെ 7 ടേംസ് ആണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാം. ഏതാ? ഫസ്റ്റ് ടേം മാസ് പെർസെന്റേജ്, ക്ലിയർ. സെക്കൻഡ് വൺ വോളിയം പെർസെന്റേജ്. ഇനി ഒരു ടേം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് പറയാം. മാസ് ബൈ വോളിയം പെർസെന്റേജ് ആണ്. അപ്പൊ മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. മാസ് ഓഫ് സൊല്യൂട്ട് എടുക്കുക, അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? വോളിയം ഓഫ് സൊല്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. ഓക്കെ, സംശയമില്ലല്ലോ. ഒരിക്കൽ കൂടെ പറയാം. ആദ്യം മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്. ഇനി ഒരു ടേം വരുന്നുണ്ട്, മാസ് ബൈ വോളിയം പെർസെന്റേജ്. അത് ഇത് രണ്ടും പഠിച്ചെങ്കിൽ മാസ് ബൈ വോളിയം പെർസെന്റേജ് പഠിക്കാൻ ഈസിയാണ്. അതിനുശേഷം പറഞ്ഞത് പാർട്സ് പെർ മില്യൺ. അടുത്തത് മൊളാലിറ്റി. മൊളാലിറ്റിയുടെ ഇക്വേഷൻ കൃത്യമായി പഠിക്കണം, പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമാണ്. അടുത്തത് മൊളാലിറ്റി ആണ്, അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക. മോൾ ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ഇക്വേഷൻ നോക്കുക. മോൾ ഫ്രാക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് എല്ലാവരും എക്സ് എന്നാണ് പഠിച്ചു വെക്കുന്നത്. എക്സ് തെറ്റാണ്. ഇത് എക്സ് അല്ല, ഇതിനെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതിനെ കൈ എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് ലെറ്റർ ആണ്, രണ്ട് കമ്പോണൻസ് ആണ്. എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസ് ഉണ്ട്. കൈ എ ആൻഡ് കൈ ബി. അതിന് രണ്ടിന്റെ ഇക്വേഷൻ പഠിക്കുക. ലാസ്റ്റ് വൺ ഏതാ? നോർമാലിറ്റി. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നോക്കുക. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ചാപ്റ്ററിന്റെ ഇത്രയും കാര്യങ്ങൾ: ഹോമോജീനിയസ്, ഹെറ്ററോജീനിയസ്, ബൈനറി സൊല്യൂഷൻ, പറ്റി നന്നായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ടേം നിങ്ങൾക്ക് എപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. WA. എ എന്താണ് നിങ്ങൾ ആദ്യമേ നോട്ട് ചെയ്യുക. എ മീൻസ് സോൾവെന്റ്സ്, ബി മീൻസ് സൊല്യൂട്ട്. എക്ക് പകരം ടെസ്റ്റിൽ 1, ബിക്ക് പകരം ടെസ്റ്റിൽ 2. അതാണ് ഞാൻ 1, 2ന് പകരം A, B എന്ന് മാത്രമേ കൊടുത്തുള്ളൂ, കൺഫ്യൂഷൻ വരാൻ. MA ക്ക് പറയുന്ന പേര് മോളിക്കുലാർ മാസ് ഓഫ് സോൾവെന്റ്സ്. MB ക്ക് പറയുന്ന പേര് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്സ്. ഇത് 4ഉം നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റും. ഓക്കെ, ഒരിക്കൽ പറയാം. WA എന്താ? മാസ് ഓഫ് സോൾവെന്റ്സ്. WB മാസ് ഓഫ് സൊല്യൂട്ട്സ്. MA മോളിക്കുലാർ മാസ് ഓഫ് സോൾവെന്റ്. MB മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്കുക. അടുത്ത പാർട്ട് മുതൽ നമ്മൾ കുറെ ലോസ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, പിന്നെ ഗ്രാഫുകളുണ്ട്, പ്രോബ്ലം ഉണ്ട്, ഡെറിവേഷൻ ഉണ്ട്, അങ്ങനെ നമ്മൾ പോകുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി നോക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഞാൻ അടുത്ത പറയുന്ന പാർട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു അഡീഷണൽ പാർട്ട് ഞാൻ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പറഞ്ഞു. നിങ്ങൾ നോക്കുക, മാസ് ബൈ വോളിയം പെർസെന്റേജ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി, ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്, അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു.